മായാമയൂരം. രചന, അവതരണം ഋതു. മായെ. ചിത്രയും അച്ചുവും അവളെ താങ്ങിപ്പിടിച്ചു. തളർന്നു തുടങ്ങുന്ന അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ശരീരം മുഴുവൻ വെട്ടുവിയർത്തു. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി. എന്താ സംഭവിച്ചത് എന്നറിയാതെ ചിത്രയും അച്ചുവും അവളോട് ചേർന്ന് നിന്നു. ചിത്ര, കുറച്ച് വെള്ളമെടുക്ക്, അച്ചു നിലവിളിച്ചു. ചിത്ര ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് മായയെ കുടിപ്പിച്ചു. കുറച്ച് വെള്ളം കൊണ്ട് അവളുടെ മുഖത്ത് തഴുകി. മായയുടെ വിറയൽ ഒട്ടും മാറിയിട്ടില്ല. ചിത്ര താഴെ വീണ് കിടക്കുന്ന ലെറ്ററും ഫോട്ടോയും എടുത്തു. ഫോട്ടോ കണ്ട് അവൾ അമ്പരന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മായയുടെയും ആൽബിൻ്റെയും ഫോട്ടോ. അതിൽ ആൽബിൻ്റെ മുഖം ആകെ വികൃതമാക്കിയിരിക്കുന്നു. ഇതെന്താണെന്ന ഭാവത്തിൽ അവൾ അച്ചുവിനെ നോക്കി. അച്ചു അവളുടെ നേരെ കണ്ണടച്ച് കാണിച്ചു. കത്ത് തുറന്നപ്പോൾ അതിലുണ്ടായിരുന്നത് ഇത്ര മാത്രം. അതും ചോര കൊണ്ട് എഴുതിയത്. 2/4/2017. ഈ ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. ഞാൻ നിന്റെ ചുറ്റിലുമുണ്ട് എന്ന കാര്യം മറക്കരുത്. ചിത്രയ്ക്കൊന്നും മനസ്സിലായില്ല. അച്ചു മാത്രം കണ്ണുകൾ അടച്ച് മായയെ ചേർത്ത് പിടിച്ചു. മായെ, കണ്ണു തുറക്കുമോളെ. അച്ചു ഇടറിയ ശബ്ദത്തോടെ അവളെ വിളിച്ചു. മായ പ്രയാസപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. സഹിക്കാവുന്നതിലും അപ്പുറം വേദനയോടെ അവൾ അച്ചുവിൻ്റെ നെഞ്ചിൽ തലവെച്ച് പൊട്ടിക്കരഞ്ഞു. കൂടെ അവരും. അവളുടെ വേദന അവർക്ക് കണ്ടു നിൽക്കാനായില്ല. എന്താണ് സംഭവിക്കുന്നത്? ചിത്രയ്ക്ക് മനസ്സിലായില്ല. ആരാണ് ഇങ്ങനെ ഒരു കത്തയച്ചത്? അഡ്രസ്സ് ഒന്നുമില്ല. അതിൽ തന്നെ ആൽബിൻ്റെയും മായയുടെയും ഫോട്ടോ വന്നതെങ്ങനെ? ആ ഡേറ്റ് എന്താണ്? ഭീഷണി കത്താണ് എന്ന ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. മുന്നിൽ നിന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നവളുടെ ജീവിതത്തിൽ താൻ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ട് എന്ന് ചിത്ര തിരിച്ചറിയുകയായിരുന്നു. സമയം പോയത് അവർ 3 പേരും മറന്നിരുന്നില്ല. ആ നിലത്ത് തന്നെ ഇരിക്കുകയാണ്. ആ കത്തും ഫോട്ടോയും അവിടെ തന്നെയുണ്ട്. മുറിയിൽ ഉയർന്നു കേട്ട കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. പരിഭ്രമത്തോടെ അവർ പരസ്പരം നോക്കി. ആരാ? ചിത്ര വിളിച്ചു ചോദിച്ചു. മക്കളെ, ഞാനാ. നിങ്ങൾ എന്താ ഫുഡ് കഴിക്കാൻ വരാത്തത്? എത്ര സമയമായി കാത്തിരിക്കുന്നു? സീമേച്ചിയാണ്, രവിയേട്ടൻ്റെ ഭാര്യ. അവർ സമാധാനത്തോടെ ശ്വാസം വലിച്ചു. സാധാരണ 8 മണിയാകുമ്പോൾ താഴേക്ക് പോകാറുള്ളതാണ്. ഇതിപ്പോൾ സമയം പോയതറിഞ്ഞില്ല. ഞങ്ങൾ വരാൻ ചേച്ചി. ചേച്ചി പോയിക്കോളൂ. മക്കളെ, കുഴപ്പമൊന്നുമില്ലല്ലോ? അവർ പരിഭ്രമത്തോടെ ചോദിച്ചു. ഇല്ല. നിങ്ങൾ എന്താ ലൈറ്റ് ഇടാത്തത്? അത് കേട്ടതും ചിത്ര പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റ് ഇട്ടു. താഴെ കിടക്കുന്ന ലെറ്ററും ഫോട്ടോയും എടുത്ത് ബാഗിൽ വെച്ചു. അച്ചുവിനെ ഒന്ന് നോക്കി. അവൾ മായയും കൊണ്ട് മുറിയിലേക്ക് പോയി. ചിത്ര മുഖം അമർത്തി തുടച്ച് വാതിൽ തുറന്നു. എന്താ? എന്തു പറ്റി? സീമേച്ചി ആകെ ടെൻഷനിലാണ്. ഒന്നുമില്ല ചേച്ചി, മായയ്ക്ക് വയ്യല്ലോ. ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു കിടന്നതാ. ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല. ഒരു 15 മിനിറ്റ്. കുളിച്ചിട്ട് പെട്ടെന്ന് വരാം, ചിത്ര അവരോട് പറഞ്ഞു. ശരി, അധികം വൈകണ്ട. അതും പറഞ്ഞ് അവർ താഴേക്ക് പോയി. ഇങ്ങനെ ഇരുന്നാലോ? താഴെ പോണ്ടേ? ചിത്ര ചോദിച്ചു. അച്ചു മായയെ നോക്കി. അവൾ കട്ടിലിൽ തളർന്ന് കിടപ്പാണ്. മായേ, ഇങ്ങനെ പേടിച്ചു പറഞ്ഞിട്ട് എന്തിനാ? വാ, ഒന്ന് കുളിക്ക്. എല്ലാം ശരിയാകും. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? പേടിക്കണ്ട കേട്ടോ. അച്ചു അവളുടെ തലയിൽ തടവി സമാധാനിപ്പിച്ചു. അത് കേട്ടതും അവളുടെ ഏങ്ങലടികൾ വീണ്ടും ഉയർന്നു. ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവവും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ? എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണ്ട, പൊയ്ക്കോ. ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും? അവൾ പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. നീ കാരണം ഞങ്ങൾക്ക് കോപ്പാണ്. ആവശ്യമില്ലാത്ത ഒരു വർത്താനം നീ പറയണ്ട. എഴുന്നേറ്റ് പോയി കുളിക്ക്. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കരയാനാണോ നിന്റെ ഉദ്ദേശം? പഴയ 10ാം ക്ലാസ്സുകാരിയല്ല നീ. വയസ്സ് 22ആയി. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്ത് സംഭവിച്ചാലും നിന്നെ വിട്ട് ഞങ്ങൾ പോവില്ല, അല്ലേടി? അച്ചു ചിത്രയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ അതെ എന്ന രീതിയിൽ മായയുടെ കൈ പിടിച്ചു. അച്ചു മായയെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. അവൾക്ക് ധരിക്കാനുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്തു. പെട്ടെന്ന് വാ. മായ വാഷ്റൂമിനകത്ത് കയറി വാതിലടച്ചു. മുന്നിലുള്ള കണ്ണാടിയിലേക്ക് നോക്കി. മനസ്സിലേക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും തികട്ടി വന്നു. ചോരയുടെ മണവും നിറവും അവളുടെ മനസ്സാകെ പടർന്നു. നീണ്ടു നിന്ന നിലവിളികൾക്കിടയിൽ നിന്ന് വിറങ്ങലിച്ചു നിന്ന ഒരു 10ാം ക്ലാസ്സുകാരിയെ അവൾ വീണ്ടും കണ്ടു. ഒപ്പം തുറിച്ചു നിൽക്കുന്ന 2 പൂച്ചക്കണ്ണുകളും. കണ്ണുകൾ ഇറുക്കി അടച്ച് മായ ഷവർ ഓണാക്കി. തന്നിൽ ഒലിച്ചിറങ്ങുന്നത് ചുടുരക്തമാണെന്ന് അവൾക്ക് തോന്നി. ചിത്ര അച്ചുവിനെ പിടിച്ചു നിർത്തി. എന്താ ഇതൊക്കെ? എനിക്ക് മാത്രമേ ഒന്നും അറിയാതെ ഉള്ളൂ അല്ലേ? എന്താ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്?
ഇപ്പോൾ ഇവിടെ ഉണ്ടായതിൻ്റെയൊക്കെ അർത്ഥം എന്താ? എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എന്ന് പോലും ചിത്രയ്ക്ക് മനസ്സിലായില്ല. അച്ചു ജനലിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു, ഒരു ദിവസം ഒരു ദിവസം അവൾ തന്നെ എല്ലാം നിന്നോട് പറയും. അതുവരെ കാത്തിരിക്ക്. അവൾ അനുഭവിച്ച വേദന, ഇപ്പോഴും അവളെ പിന്തുടരുന്ന ഭയം, അതൊന്നും നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അവളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ. അതോർത്തതും അച്ചു തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. നിനക്ക് എന്നോട് പറയാൻ കഴിയില്ലേ? ചിത്ര വിങ്ങലോടെ അവളെ നോക്കി. അതിനെനിക്ക് അനുവാദമില്ല ചിത്രേ. ആരുടെ? അതും എനിക്ക് പറയാൻ കഴിയില്ല. ചിത്രയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ നല്ല സുഹൃത്തായിട്ട് കണ്ടിട്ടില്ലേ? അതുകൊണ്ടല്ലടി. ഞാൻ പോലും പറഞ്ഞത് വളരെ യാദൃശ്ചികമായിട്ടാണ്. സത്യത്തിൽ എന്തൊക്കെയാ സംഭവിച്ചത് എന്ന് എനിക്കും കൃത്യമായി അറിയില്ല. മറ്റാരും ഒന്നറിയരുത് എന്ന് വിലക്കിയിട്ടുണ്ട്. നമ്മൾ 3 പേരും ഒരുപോലെയല്ലേ? ഈ സമയം നമ്മൾ അവളുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അച്ചുവിൻ്റെ വാക്കുകൾ കേട്ട് ചിത്ര തലയാട്ടി. അവളുടെ ജീവിതത്തിൽ നടന്നത് നിസ്സാരമായ കാര്യമല്ലെന്ന് ചിത്രയ്ക്ക് മനസ്സിലായിരുന്നു. താഴെ പോയി ഭക്ഷണം കഴിച്ചപ്പോഴും മായ ഒന്നും സംസാരിച്ചില്ല. ഇന്നലത്തെ ക്ഷീണമായിരിക്കുമെന്ന് കരുതി രവിയേട്ടനും സീമേച്ചിയും അവളോട് കൂടുതലൊന്നും ചോദിച്ചതുമില്ല. അധികമൊന്നും കഴിക്കാതെ അവർ തിരിച്ചു വന്നു. കെട്ടിപ്പിടിച്ച് കട്ടിലിൽ കിടക്കുമ്പോൾ ഒരിക്കലും കൈവിടില്ല എന്ന പോലെ അവരുടെ കൈകൾ മായയിൽ മുറുകിയിരുന്നു. മമ്മി, ഒന്നുകൂടെ വിളിക്കും മമ്മി. ആൻ റീത്തയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. മോളെ, അവർ ഉറങ്ങിക്കാണും. അതാവും ഫോൺ എടുക്കാത്തത്. നാളെ കാണാലോ. ഇന്ന് കണ്ടില്ല മമ്മി. ആൻ വിടാനുള്ള ഉദ്ദേശമില്ല. ഈ പറയുന്നത് കേൾക്ക്. ഇപ്പോൾ തന്നെ എത്ര തവണ വിളിച്ചു, ഫോൺ എടുത്തില്ലല്ലോ. അവർ കൊച്ചിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ എങ്ങനെ എടുക്കാനാ? ചിലരുടെ വർത്താനം കേട്ട് ആ കൊച്ചങ്ങ് പേടിച്ചു കാണും. റീത്ത ഇടം കണ്ണിട്ട് ആൽബിയെ നോക്കി. അവൻ ഫോണിൽ നോക്കിക്കൊണ്ട് സോഫയിൽ ഇരിക്കുകയാണ്. പോകുന്ന വഴിയിലുണ്ടായ ആക്സിഡന്റിനെ പറ്റി ആൽബി അവരോട് പറഞ്ഞിരുന്നില്ല. വൈകുന്നേരം അന്നമ്മയെ കൂട്ടി വരുന്ന വഴി ക്യാമ്പസിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 2 പേരും നോക്കി. അവിടെ അവർ ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞു പോകാൻ ചാച്ച, മായേച്ചിയെ കാണണം. അവൾ ചിണുങ്ങി. ഓ, നിന്റെ ഒരു മായേച്ചി. ഇന്നലെ കണ്ടതല്ലേ ഉള്ളൂ, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണോ? പാവല്ലേ ചാച്ച മായേച്ചി, അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ കണ്ണുകളും അവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അവരെ ആരെയും കാണാതെ അവൻ വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. ഡ്രൈവിങ്ങിനിടയിലൊക്കെയും മായയുടെ പിടയ്ക്കുന്ന കണ്ണുകൾ അവൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരുന്നു. അന്നമ്മ പോയി കിടക്ക്. ആൽബി അവളുടെ നേരെ കണ്ണുരുട്ടി. ഇല്ല, ഞാൻ ഉറങ്ങില്ല. അവൾ വാശിയിലാണ്. അവന് കാരണമില്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വല്ലാത്ത അസ്വസ്ഥത തോന്നിയപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് കാറിൻ്റെ കീയും എടുത്ത് അവൻ പുറത്തേക്കിറങ്ങി. അടച്ചു വെച്ച ഡോറിന് മുന്നിൽ നിന്ന് അലക്സ് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. ഡോർ മുട്ടി നോക്കാൻ ഭയമാണ്. അകത്ത് നിന്ന് എങ്ങനെയാണ് പ്രതികരണം ഉണ്ടാവുക എന്ന് അറിയില്ല. രാക്ഷസ ജന്മമാണ്. മുന്നിൽ നിൽക്കുന്ന ആരോടും എന്തിനോടും ദയയില്ല. കൊച്ചുനാളിലെ ചോര കണ്ട് അറപ്പ് മാറിയവനാണ്. അതല്ലെങ്കിൽ ജനിപ്പിച്ച അമ്മയെ തന്നെ. അതോർത്തതും ശ്വാസം ആഞ്ഞു വലിച്ചു. കഴിഞ്ഞ 12 വർഷമായി സാറിൻ്റെ വലങ്കൈയായി കൂടെയുണ്ട്. പക്ഷെ തന്നെ പോലും വിശ്വാസമില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോഴും മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ശരീരം ഒന്ന് വിറയ്ക്കും, തൊണ്ട വരളും. മരണത്തെ പോലും ഭയമില്ലാത്തവൻ പെട്ടെന്ന് മുന്നിലുള്ള ഡോർ വലിച്ചു തുറന്നു. പുറത്തേക്ക് വന്ന ആ മുഖം കണ്ടതും അലക്സ് കൂടുതൽ വിറച്ചു. ഷർട്ടിടാത്ത ദേഹത്ത് തെളിഞ്ഞു കാണുന്ന 2 ബുള്ളറ്റ് തുളഞ്ഞ പാടുകൾ, ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ടാറ്റു. എന്തിലും ഏതിലും ഏറെ ഭയപ്പെടുത്താറുള്ളത് ആ തിളങ്ങുന്ന ആ പൂച്ച കണ്ണുകളാണ്. റോണ എവിടെ? എത്തിയിട്ടില്ല സർ. അവൻ്റെ രക്തം ഇരച്ചു കയറുന്നത് ഭയപ്പാടോടെ അലക്സ് നോക്കി നിന്നു. കോൾ ഹിം ആൻഡ് ഹി ഷുഡ് ബി ഹിയർ ഇൻ ആൻ അവർ. യു അണ്ടർസ്റ്റാൻഡ്? അലറിക്കൊണ്ട് പറഞ്ഞതും ആ ഡോറുകൾ വലിച്ചടഞ്ഞു.